ഹലോ ഗായ്സ്, അപ്പോൾ എനിക്കിപ്പം റീസെൻ്റ്ലി നടന്നു വരുന്നൊരു സ്കാമിനെ കുറിച്ചാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്നലെ എനിക്കൊരു കോൾ വന്നപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ഒരു നമ്പർ വന്നിട്ട് സസ്പെൻഡ് ആയി എന്നുള്ളത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു BSNL നമ്പറുണ്ട്, ഒരു എയർടെൽ നമ്പറുണ്ട്. അപ്പോൾ ഈ രണ്ട് നമ്പർ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ ഇവർ വേറൊരു നമ്പർ പറഞ്ഞിട്ട് അത് സസ്പെൻഡായി, കാരണം കുറേ ഇല്ലീഗൽ സാധനങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള രീതിക്കാണ് പറഞ്ഞത്. അപ്പോൾ ഒബ്വിയസ്ലി ഞാൻ പാനിക്കാവും, കാരണം എൻ്റെ നമ്പർ എന്തിനു സസ്പെൻഡ് ചെയ്യണം. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് അവർ പറയുന്നത് എൻ്റെ ഐഡൻറ്റിറ്റിയിൽ ഒരു നമ്പർ രജിസ്റ്റർ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ആ നമ്പർ ഏതാണെന്ന് വെച്ചാൽ 6767416331. ഈ നമ്പറാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത്, സസ്പെൻഡ് ആയ നമ്പർ. അതിലിപ്പോൾ നമ്മൾ ലൈക്ക് റിക്കവറി ഇമെയിൽ പോലെ എന്തോ സംതിങ് കൊടുക്കുമല്ലോ, അപ്പോൾ അതിൽ നിന്നുള്ള നമ്പറാണ് എന്നെ വിളിച്ചേക്കുന്ന നമ്പർ. സോ അതാണ് അവർ പറഞ്ഞ റീസൺ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അത് പോസിബിൾ ആവില്ലല്ലോ, നിങ്ങൾ എടുക്കാണ്ട് എങ്ങനെയാണ് അത് സസ്പെൻഡ് ആവുക, കാരണം ഇപ്പോൾ ബയോമെട്രിക്സ് ഒക്കെ ആവശ്യമാണല്ലോ, അത് പോസിബിൾ ആയിരിക്കില്ല, അപ്പോൾ നിങ്ങൾ തന്നെ എടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ വല്ല റിലേറ്റീവ്സ് എടുത്തോ. വളരെ നല്ല രീതിക്കുള്ള സംസാരമായിരുന്നു. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഇപ്പോൾ വിചാരിച്ചു ഓക്കെ ഫൈൻ, കാരണം ഒബ്വിയസ്ലി ഇപ്പം നമ്മുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ രജിസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും പ്രശ്നം വന്നു, ഇപ്പോൾ സപ്പോസ് എൻ്റെ ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ടായിരിക്കും അവരെന്തെങ്കിലും ക്രൈം ചെയ്താൽ അതിൽ ഞാനായിരിക്കുമല്ലോ പെടുക. അപ്പം ഞാനും വിചാരിച്ചു ഓക്കെ ഫൈൻ, കംപ്ലയിൻറ്റ് ചെയ്യുന്നത് ഇസ് എ നല്ല ഓപ്ഷൻ. അപ്പോൾ അപ്പം അവർ വന്നിട്ട് എന്തോ ടെലികോം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എന്തോ ഇവരെൻ്റെ കോള് ഫോർവേഡ് ചെയ്തു എന്നെ അവർ പറഞ്ഞു. ഓക്കെ, സോ ഞാനിങ്ങനെ ഒബ്വിയസ്ലി ഞാൻ ആ സമയത്ത് നമ്മളൊന്ന് പാനിക് ആവുമല്ലോ, നമ്മുടെ നമ്പറാണ് സസ്പെൻഡ് ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു, ഹലോ ഇതാണ് സംഭവം, ഇവരെൻ്റെ അടുത്ത് ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഒബ്വിയസ്ലി നമ്മളിങ്ങനെ നോർമലി സംസാരിക്കാം, അതുപോലെ ഞാൻ സംസാരിച്ചു. നമ്മളിങ്ങനെ ഇപ്പം ഒരു പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി നമ്മളെങ്ങനെയാണ് നമ്മുടെ കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ കൺസേൺ പറയും, അതുപോലെ ഞാൻ സംസാരിച്ചു. അപ്പോൾ അവർ എന്നെ ആദ്യം വിളിച്ച കുട്ടി തന്ന ഡീറ്റെയിൽസാണ് ഇത്. ഓക്കെ, ഇതെൻ്റെ അടുത്ത് നോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഇത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. ഈ നോട്ട് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻ യൂണിറ്റ്, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, കസ്റ്റമർ റെപ്രസെൻറ്റേറ്റീവിൻ്റെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ശിവാനി ജയ്സ്വാൾ, മൊബൈൽ നമ്പർ അതായത് എൻ്റെ പേരിലെടുത്തു അല്ലെങ്കിൽ എൻ്റെ ഐഡൻറ്റിറ്റിയിലുള്ള മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് 6767416331. ലൊക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഷോപ്പ് നമ്പർ M5 CP റോഡ് ഓപ്പോസിറ്റ് പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഡൽഹി, പിൻകോഡ് 110001. ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ അതായത് ഈ സിം എടുത്തേക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 2 ഓഗസ്റ്റ് 2024 ആണ്. റീസൺ ഫോർ വയലേഷൻ ഇല്ലീഗൽ അഡ്വർടൈസിങ് ആൻഡ് ഹറാസിങ് മെസ്സേജസ്. അതൊരു FIR നമ്പറും അവർ തന്നു. ഓക്കെ, DL 1045/0924. അപ്പോൾ ഇതാണ് അവരെനിക്ക് തന്നേക്കുന്ന ഡീറ്റെയിൽസ്. അപ്പോൾ ഈ 2 ഓഗസ്റ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് തിങ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇനി എന്തെങ്കിലും കേസ് വന്നാൽ തന്നെ എനിക്ക് ഈസിയായി പ്രൂവ് ചെയ്യാൻ പറ്റും, കാരണം അതെൻ്റെ കോൺവക്കേഷൻ ഡേ ആണ്. അപ്പോൾ ഞാൻ മാത്രമല്ല എൻ്റെ ഫാമിലീസും ഇവിടെ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഫാമിലി മെമ്പേഴ്സും ആരും ഈ സിമ്മും അല്ലെങ്കിൽ വേറൊരു കാര്യങ്ങൾക്ക് പോകാൻ ചാൻസ് ഇല്ല, എല്ലാവരും ഇവിടെ തന്നെയാണ്. സെക്കൻഡ് തിങ് എന്താണെന്ന് വെച്ചാൽ അവരെൻ്റെ അടുത്തപ്പോൾ പറഞ്ഞു ഓക്കെ നിങ്ങളപ്പോൾ ഇത്ര ദൂരെയല്ലേ, ഹൈദരാബാദിലല്ലേ, അപ്പോൾ എടുക്കാൻ പറ്റില്ലല്ലോ, ഐ മീൻ ഡയറക്റ്റ്ലി വന്ന് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നമ്മളൊരു വാട്സപ്പ് വീഡിയോ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ക്ലിക്കായി. ഓ, വീഡിയോ സ്റ്റേറ്റ്മെൻറ്റ്, ഓക്കെ നമ്മൾ രീതിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാനിങ്ങനെ അവർ പിന്നെ എന്ത് പറഞ്ഞാലും ഓക്കെ, കാരണം ഐ വാസ് സ്റ്റിൽ കൺഫ്യൂസ്ഡ്, ഇതിനിപ്പോൾ ശരിക്കും ഉള്ളതാണോ ശരിക്കും ഇല്ലാത്തതാണോ എന്നുള്ളത്. പിന്നെ അവരിങ്ങനെ വേറൊരു നമ്പർ തന്നു 9478536720. അപ്പോൾ ഇപ്പോഴും എനിക്കതിൻ്റെ ഇതറിയില്ല, കാരണം ഇതിപ്പോൾ നമ്മൾ ഇതില്ലേ ട്രൂ കോളറിൽ അടിച്ചു കൊടുക്കുമ്പം ശരിക്കും ഇത് ഡൽഹി സൈബർ ക്രൈമിൻ്റെ നമ്പർ എന്നാണ് കാണിക്കുന്നത്. പക്ഷെ നമുക്ക് അറിയാലോ ട്രൂ കോളറിൽ ഇപ്പം ഞാനിപ്പം എൻ്റെ ഒരു എൻ്റെ നമ്പർ ഞാനിപ്പം ട്രൂ കോളറിൽ സേവ് ചെയ്യണ പോലെ ആയിരിക്കും മറ്റുള്ളവർക്ക് കാണാൻ പറ്റുക. ഇപ്പം ഞാൻ ABCD എന്നൊക്കെ പണ്ട് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ എന്നെ വിളിക്കുന്നവർക്ക് വിക്സ് ABCD അങ്ങനെയൊക്കെ കാണിക്കാറുണ്ട്. അപ്പം അത് നമ്മൾ സേവ് ചെയ്യണ പോലെയാണല്ലോ, അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവരുടെ അടുത്ത് OTP അത് ഇത് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ഡൗട്ട് അടിച്ചത്, കാരണം ഞാൻ ഇതുപോലെ എൻ്റെ ഒരു ബ്രദറിന് ഒരു സംഭവം പറ്റിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ ഈ OTP വാട്സപ്പ് വീഡിയോ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെയൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു ഡൗട്ടായി. അപ്പോൾ ഞാൻ അവർ ജസ്റ്റ് പറയണതൊക്കെ കേട്ടിട്ട് ഞാൻ കോൾ കട്ട് ചെയ്തു. അപ്പം ഇത് സ്കാം ആണെങ്കിൽ ഇറ്റ്സ് ഫൈൻ, പക്ഷെ എൻ്റെ കൺസേൺ എന്തായിരുന്നു വെച്ചാൽ ഇനി ശരിക്കും ഇങ്ങനെ എൻ്റെ ഐഡൻറ്റിറ്റിയിൽ ഈ ഒരു നമ്പർ രജിസ്റ്റർ ആയിട്ടുണ്ടോ, അതാണ് എൻ്റെ കൺസേൺ.
അപ്പം ഞാനിങ്ങനെ എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അങ്കിള്. അപ്പം ഈ അങ്കിള് സൈബർ സംതിങ് റിലേറ്റഡ് ഒക്കെ ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ആങ്കിളിനൊക്കെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ആങ്കിള് പറഞ്ഞു, നിങ്ങൾക്കൊന്നും ബുദ്ധിയില്ല, ഇങ്ങനെ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു. പക്ഷെ ഞാൻ ഭാഗ്യത്തിന് അങ്ങനെ വാട്സപ്പ് വീഡിയോ സ്റ്റേറ്റ്മെൻറ്റോ ഈ OTP അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു സമാധാനപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഇന്ന് പേപ്പറിൽ എന്തോ ഇതിനെക്കുറിച്ച് ഉണ്ടായിരുന്നല്ലോ, ഈ ഓൺലൈൻ സ്കാം. പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ടോ. ഇന്നലെ ഞാൻ പിന്നെ മറ്റേ അഹാന കൃഷ്ണയുടെ വീഡിയോ കണ്ടു, ദ സെയിം വിത്ത് കേരള പോലീസ്. അപ്പോൾ കുറേ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പാരൻസിനെ വിളിച്ചിട്ട് പറയും നിങ്ങളുടെ കുട്ടിയുടെ ജോലി പോകും, നിങ്ങൾ ഇത്ര പേ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി പോവും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസിൽ കുടുങ്ങിയിട്ടുണ്ട്, സോ നിങ്ങൾ ഇത്ര ട്രാൻസ്ഫർ ചെയ്യണം എമൗണ്ടിലേക്ക്. ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ പോലും എത്രയോ എമൗണ്ട് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലാണ് ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായിട്ട് സൈബർ ക്രൈം കൂടി വരുന്ന ഒരു ടൈമാണിത്. നമുക്ക് പ്രെഡിക്റ്റ് പോലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ OTP വീഡിയോ ഒന്നും അൺലെസ് ഇപ്പം ഞാനെങ്ങനെ ഇരിക്കണമെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ സപ്പോസ് അങ്ങനെ ശരിക്കും ഇനി അങ്ങനെ വല്ലതും രജിസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ പോലീസ് വരുമല്ലോ, കേസാവുമല്ലോ, അപ്പം നോക്കാം എന്നുള്ള ഒരു ഇതിലാണ്. അല്ലാണ്ട് ഇപ്പം നമ്മൾ ചുമ്മാ അവർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെയൊക്കെ കോൾ ചെയ്ത ആൾക്കാർ പറയും. അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ എനിക്കറിയില്ല എത്രത്തോളം സത്യാവസ്ഥയാണെന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ എന്ത് കോൾ വന്നാലും പാനിക് ആവാണ്ടിരിക്കുക. പെട്ടെന്നുള്ള ഒരു എനിക്കറിയാം, കാരണം എനിക്ക് ഇന്നലെ സെയിം അതായിരുന്നു ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ സസ്പെൻഡ് ആയി എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു അയ്യോ എൻ്റെ നമ്പറിന് എന്താ പറ്റിയേ എന്നുള്ളൊരു ഇത് വരുമല്ലോ. അതാണ് മെയിനായിട്ട് നമുക്ക് ഉണ്ടാവുക. ബേസിക്കലി അവരുദ്ദേശിക്കുന്നത് ഇതാണ്, നമ്മളെ പാനിക്കാക്കുക, എന്നിട്ട് ആ ഒരു സമയത്ത് നമ്മളുടെ ഇത് അടിച്ചു മാറ്റാം. പിന്നെ വേറൊരു കാര്യം കണ്ടിട്ട്, നമ്മൾ എന്തെങ്കിലും സ്പാം കോൾ ആണെങ്കിലും, എനിക്കിത് എത്രത്തോളം സത്യമാണെന്നറിയില്ല, പക്ഷെ നമ്മളധികം സംസാരിക്കാൻ പാടില്ല അത്ര അവരുടെ അടുത്ത്. എന്ന് വെച്ചാൽ നമ്മളുടെ ഡ്യൂറേഷൻ, ഇപ്പം നമുക്ക് അങ്ങനെ എന്തെങ്കിലും അറിയേണ്ടിയൊക്കെ തന്നെ അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സോ എല്ലാവരും നല്ല എന്താ പറയുക ശ്രദ്ധിച്ചിരിക്കുക. ഇങ്ങനത്തെ ഓൺലൈൻ സ്കാംസൊക്കെ മാക്സിമം ഒഴിവാക്കുക. പല കാര്യങ്ങളിപ്പം നടക്കുന്നുണ്ട്. പാനിക്കാൻ വേണ്ടിയിരിക്കുക. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുക. പോലീസോ ആരായിട്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. സോ സ്റ്റേ സേഫ്. ബൈ.